വിമാനത്തിലും ട്രെയിനിലും ഒക്കെ കിട്ടുന്ന പോലെ നമ്മൾ ഇരിക്കുന്ന അടുത്ത് വള്ളത്തിനകത്ത് കൊണ്ടുവന്ന് തരും. ഉപ്പിലിട്ട മാങ്ങയും എല്ലാം കണ്ടില്ലേ ചേച്ചി കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഇവിടെ കണ്ടോ എല്ലാവരും വന്ന് ഇറങ്ങുന്ന ഈ ഒരു പോയിന്റിലാണ്. ടിക്കറ്റ് ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 9 തൊട്ട് വൈകിട്ട് 4:30 വരെ ടിക്കറ്റ് ടൈം. ഇവിടെ ഒരാൾക്ക് 150 രൂപയ്ക്കാണ് ടിക്കറ്റ് ചാർജ്. അപ്പോഴേ സെറ്റ് ചെയ്യും. ഇത് വീട്ടിൽ ഉള്ളതാണോ അതാ മാങ്ങ നമ്മൾ മേടിക്കുമല്ലോ. നീ കപ്പലണ്ടി വല്ലോ വാങ്ങിച്ചു എത്ര വന്നാലും മടുക്കത്തില്ല. അങ്ങനത്തെ വൈബാണ് സംഭവം. കൊള്ളാൻ കേട്ടോ. അവരിതാ ഇപ്പൊ തന്നെ സാമ്പ്രാണി കൂടി കായലിന്റെ നടുക്ക് വന്നിരുന്ന് ഇങ്ങനെ കൊച്ചു വിശേഷവും കഥയൊക്കെ പറഞ്ഞിരിക്കുക ഒരു പ്രത്യേക രസമാണല്ലേ. പാട്ടൊക്കെ പാടി പോവുകയാണ്. ചേട്ടൻ ഇവിടുത്തെ പഴയ യേശുദാസ് എന്നാ പറയാ. കണ്ടില്ലേ ചേട്ടൻ വള്ളത്തിൽ കയറുന്നതിന് മുമ്പ് തൊട്ട് തൊഴുത് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് വള്ളം എടുക്കുന്നത്. 150 രൂപ 150 രൂപ തന്നെ. അവിടെ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് വരാം. അപ്പോൾ ഒരുപാട് കിടന്ന് ഇങ്ങനെ കറങ്ങി ചുറ്റി കറങ്ങി വരണ്ട. ഈ എറണാകുളം കരുനാഗപ്പള്ളി സൈഡിൽ നിന്നൊക്കെ വരുന്നത് എളുപ്പം ഇതാണ്. നമ്മുടെ ഈ കുരിപ്പുഴ കൗണ്ടറാണ് ബെറ്റർ. നേരത്തെ കണ്ട ബോട്ട് അവിടെ എത്തി. കൊല്ലം കുരിപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോവാം. നമസ്കാരം. നമ്മൾ നിൽക്കുന്ന വൈബോസ്കി പ്ലേസിലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ. കാര്യം നിങ്ങൾക്ക് ഈ ഒരു ഓണത്തിനൊക്കെ നിങ്ങൾ ഔട്ടിങ്ങിനും വെക്കേഷനും ഒക്കെ പോകാൻ കാത്തിരിക്കുന്ന കുറച്ച് പ്ലേസുകൾ കാണും. അപ്പം അതിൽ ഒന്നാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത്. കൊല്ലത്തെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സാമ്പ്രാണി. ഈ ഒരു സാമ്പ്രാണി കൂടിയിൽ നിങ്ങൾ പോയിട്ടുള്ള ഏത് ബോട്ട് കെട്ടിയെന്ന്? പ്രാക്കുളത്ത് നിന്നല്ലേ? വേറെ ഏതെങ്കിലും ബോട്ട് കെട്ടി നിങ്ങൾ പോയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പോവാം. ഏറ്റവും എളുപ്പം തിരക്കും കുറഞ്ഞ് ഇവിടെ വേണ്ട ഈ ഒരു കുരിപ്പുഴ ബോട്ട് കെട്ടി ഇവിടെ വന്നാൽ മതി. ഇവിടെ നിങ്ങൾക്ക് തിരക്ക് കുറവാണ്. കണ്ടില്ലേ കൗണ്ടറിലെങ്ങും ആരുമില്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇവിടെ നിന്ന് 150 രൂപ ടിക്കറ്റ് എടുത്ത് നിങ്ങൾക്ക് സാമ്പ്രാണിക്കോടി ഐലൻഡിൽ പോയി എൻജോയ് ചെയ്ത് കറങ്ങി അടിച്ച് പൊളിച്ച് വരാൻ പറ്റും. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് സാമ്പ്രാണിക്കോടി ഐലൻഡ് കാണാൻ പറ്റും. അപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് കുരിപ്പുഴ ബോട്ട് കെട്ടി. അപ്പോൾ സാമ്പ്രാണിക്കോടിയിൽ നമ്മൾ അപ്പുറത്ത് പ്രാക്കുളത്ത് ചെല്ലുമ്പം അവിടുത്തെ ഈ ഒരു തിരക്ക് നല്ല ക്യൂ ആയിരിക്കും. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അവിടെ ചെന്നപ്പോൾ നല്ല ക്യൂ ആയിരുന്നു എന്നൊക്കെ ഉള്ളത്. ഇപ്പം നിങ്ങൾ NH വഴി തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്ത് ബൈപ്പാസ് വഴിയൊക്കെ കരുനാഗപ്പള്ളി എന്നൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം പ്രാക്കുളത്ത് പോകാതെ കുരിപ്പുഴ ബോട്ട് കെട്ടിയെന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് കുരിപ്പുഴ വരിക. അവിടെ നിന്ന് ഇങ്ങോട്ട് ആ ഒരു പള്ളിയുണ്ട്, വലിയൊരു പള്ളി കുരിപ്പുഴ. അപ്പോൾ ആ ഒരു പള്ളിയുടെ അകത്തോട്ട് കയറി താഴോട്ടിറങ്ങുമ്പോഴാണ് ഈ ഒരു ബോട്ട് കെട്ടി വരുന്നത്. അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൽ അടിച്ചു കൊടുത്താൽ മതി കുരിപ്പുഴ ബോട്ട് കെട്ടി. കറക്റ്റായിട്ട് ഇവിടെ തന്നെ നമുക്ക് വരാൻ പറ്റും. പാർക്കിങ്ങിനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വന്ന് കയറുന്നത് വേണ്ട. ഇവിടെ കണ്ടില്ലേ കമ്പ്യൂട്ടറൊക്കെ ആയിട്ട് ഇവിടെ ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യം ഇവിടെ തന്നെ ഉണ്ട്. ഒരു ഫാമിലി ഇവിടെ ബോട്ടിങ്ങിനായിട്ട് വന്നതാണ്. കണ്ടില്ലേ അവർ സാമ്പ്രാണിക്കോടി പോകുന്നതിന് മുമ്പ് ഒരു സെൽഫി എടുക്കാൻ നിൽക്കുക. മൊബൈൽ സ്റ്റാൻഡൊക്കെ ആയിട്ടാണ് വന്നത്. ബോട്ടിൽ കയറിയ ഉടനെ ഇത് കണക്ക് സേഫ്റ്റി ജാക്കറ്റ് കൊടുക്കും. സേഫ്റ്റി ആണല്ലോ മെയിൻ. അങ്ങനെ സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ട് വേണം നമ്മൾ അങ്ങോട്ട് പോകാനുള്ളത്. നല്ല മനോഹരമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു കേട്ടോ നമ്മൾ വന്നിറങ്ങിയത്. കുരിപ്പുഴ ബോട്ട് കെട്ടി എന്ന് പറയുന്നത് നല്ല ശാന്തമായിട്ടുള്ള ഒരു ബോട്ട് കെട്ടിയാണ്. അധികം തിരക്കൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് വന്നാലും നല്ല സമാധാനത്തിൽ ബോട്ട് യാത്രയൊക്കെ നടത്തി 150 രൂപയേ ഉള്ളൂ. അപ്പുറത്ത് സാമ്പ്രാണിക്കോടി വരെ പോയിട്ട് വരുന്നതിന് അടിപൊളിയാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ഇങ്ങോട്ട് വരിക. മാപ്പിൽ പ്രാക്കുളം സാമ്പ്രാണിക്കോടി എന്ന് അടിക്കുന്നതിന് പകരം കുരിപ്പുഴ ബോട്ട് ജെട്ടി എന്നിങ്ങനെ ടൈപ്പ് ചെയ്താൽ മതി. കറക്റ്റ് നമുക്ക് ഇവിടെ വരാൻ പറ്റും. ആ ബോട്ടിൻ്റെ വരവ് കണ്ട ഒരു മാസ് ലുക്കില്ല ഇങ്ങനെ കാണാനായിട്ട്. അടിപൊളി നല്ല വ്യൂ കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ. ഇതാണ് നമ്മുടെ കുരിപ്പുഴ ബോട്ട് ജെട്ടിയുടെ ഒരു വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ബൈക്കിലും വണ്ടിയിലൊക്കെ വരുമ്പോൾ കാണുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ വണ്ടി വെച്ചിട്ട് നമുക്ക് അകത്തോട്ട് കയറാം. നല്ല രസമാണ് കേട്ടോ. ആളൊഴിഞ്ഞ നല്ലൊരു പ്രദേശം, തിരക്കൊന്നുമില്ല. ഈ കാണുന്നത് ഇവിടുത്തെ പള്ളിയുടെ ഹാളാണ്. അപ്പം അതിൻ്റെ പുറകുവശമായിട്ട് വരും നമ്മുടെ ഈ ഒരു ബോട്ട് ജെട്ടി. സെൻറ്റ് ജോസഫ് പാരിഷ് ഹാൾ കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ ചർച്ചാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ വന്ന് വണ്ടിയൊക്കെ വെച്ചിട്ട് അകത്തോട്ട് ഇങ്ങനെ കയറി വരുമ്പം ഇവിടെ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കുക, പോകുക. അധികം തിരക്കൊന്നുമില്ല. തിരക്കില്ലാതെ നല്ല സിമ്പിളായിട്ട് സാമ്പ്രാണിക്കോടി പോകണമെന്നുണ്ടെങ്കിൽ കുരിപ്പുഴ ബോട്ട് ജെട്ടിയിൽ വരിക. ചേട്ടാ സാമ്പ്രാണിക്കോടി പോകാമല്ലോ? ഇപ്പം പോവാല്ലേ? റെഡിയാണ്. അപ്പം എത്ര രൂപയാണ് ഒരാൾക്ക്? നമുക്ക് ബോട്ട് വരുന്നതിന് ഒരാൾക്ക് 150 രൂപയാണ്. 150. അപ്പം നമുക്ക് 2 ടിക്കറ്റ്. അപ്പോൾ അടിപൊളി കണ്ടില്ലേ. ഇവിടെ നമുക്ക് അധികം തിരക്കൊന്നുമില്ല. ഇവിടെ വന്നു ബോട്ടൊക്കെ ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് ഇങ്ങോട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പ്രാക്കുളം കാണാൻ പറ്റും കേട്ടോ. നമ്മൾ കഴിഞ്ഞ തവണ വീഡിയോ എടുത്തത് അവിടെ നിന്നായിരുന്നു. അപ്പോൾ അത് സാമ്പ്രാണിക്കോടി ഇവിടെ നോക്കുമ്പം ഇടത് സൈഡിൽ സാമ്പ്രാണിക്കോടി, വലത് സൈഡിൽ പ്രാക്കുളം. അപ്പോൾ ഇതെന്ന് പറയുന്നത് കൗണ്ടർ നമ്പർ 3 ആണ്. അപ്പം ഇവിടെ നമ്മുടെ DTPCയുടെ ഒരു 3 സെൻറ്ററുകളുണ്ട് സാമ്പ്രാണിക്കോടി പോകാനായിട്ട്. അപ്പോൾ അതിൽ 3ാമത്തെ സെൻറ്ററാണ് നമ്മൾ ഇപ്പം നിൽക്കുന്ന ഈ ഒരു ബോട്ട് കെട്ടി, കുരിപ്പുഴ ബോട്ട് കെട്ടി. അപ്പോൾ ഇവിടെ നിന്ന് ബോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങി ബോട്ടിൽ കയറിയിട്ട് അങ്ങോട്ട് പോകാം. അടിപൊളി കേട്ടോ. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ്.
ഞാൻ സത്യം പറഞ്ഞാൽ കുരീപ്പുഴ വഴി ഒരുപാട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഇവിടെ ഒരു ബോട്ട് കെട്ടി ഉള്ളതായിട്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങനെ നമുക്ക് സാമ്പ്രാണിക്കോടി ഐലൻഡിലോട്ടൊക്കെ പോവാമെന്നോ അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഒരു അറിവ്, പുതിയൊരു അറിവ് എനിക്കിവിടെ കിട്ടി. അപ്പം ഞാനിങ്ങനെ ഇറങ്ങിയപ്പോൾ ഇവിടെ വന്ന് ഈ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് എടുക്കാനുള്ള കാര്യം. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി ജാക്കറ്റൊക്കെ എടുത്തിട്ടു. യാത്രയ്ക്കുള്ള തുടക്കമായി. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം പോയാൽ മതി കേട്ടോ. ഒരു 5 മിനിറ്റ് യാത്ര, നമുക്ക് സാമ്പ്രാണിക്കോടിയിലേക്ക് എത്താം. മഴയും കൂടി ഉള്ളതുകൊണ്ട് നൈസ് കൊടയൊക്കെ ഇട്ട് അടിപൊളി. അവിടെ കാണുന്ന ഒരു ബോട്ട് കണ്ടില്ലേ, അത് നമ്മുടെ KSRTCയുടെ അവിടെ നിന്ന് വരുന്ന, അവിടുത്തെ ആ ബോട്ട് കെട്ടിന്ന് വിടുന്ന ബോട്ടാണ്. നമ്മുടെ സാധാ ബോട്ട്, അതിലൊക്കെ പോകാൻ റേറ്റ് കുറവാണ് കേട്ടോ. നമ്മൾ വന്നത് ആ ബോട്ട് കെട്ടിന്നാണ്, കുരീപ്പുഴ ബോട്ട് കെട്ടി കണ്ടില്ലേ. നമ്മൾ ഇത്ര എത്തി. നമ്മുടെ ദേശീയ ജലപാതയാണ് ഇവിടെ ഉണ്ടല്ലേ. ഇവിടെയൊക്കെ നല്ല ആഴമുണ്ട് കേട്ടോ. നേരത്തെ കണ്ട ബോട്ട് അവിടെ എത്തി. അങ്ങനെ നമ്മൾ ഇവിടെ സാമ്പ്രാണിക്കോടി ഐലൻഡ് എത്താറായി. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ കണ്ട് ഇങ്ങനെ ഈ ഒരു ബോട്ട് യാത്ര അതൊരു സ്പെഷ്യൽ ഫീലാണ്. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പം കുറച്ച് ചൂടായിരുന്നു തോന്നുന്നു. അതെന്ന് വെച്ചാൽ മഴയൊന്നും ഇല്ലാത്ത ഇച്ചിരി ചൂടായിട്ടുള്ളൊരു കാലാവസ്ഥയിലാണ് വന്നത്. അപ്പം 2 ടൈമിലും 2 വൈബാണ് ഇവിടെ വരാൻ. അങ്ങനെ ഇതുവരെ നമുക്ക് ഇങ്ങനെ ഇവിടെ ഒരു വന്നൊരു ജസ്റ്റ് ആക്സിഡന്റ് ഒന്നും നമ്മുടെ ദൈവസാഹചര്യം ഇവിടെ നടന്നിട്ടില്ല. അതാണ് ഏറ്റവും വലിയ നമ്മുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ എത്തി കേട്ടോ. ഇവിടെ ചെരുപ്പൊക്കെ കിടക്കുന്നുണ്ടല്ലേ. ഒന്നവരുടെ ചെരുപ്പുകളാണ് ഇവിടെ ഊരി വെച്ചിട്ട് ഇറങ്ങിയവരാണ്. നമ്മൾ ഇറങ്ങുമ്പം ഈ കോട്ട് ഇട്ടിട്ട് വിളിക്കാം. ഓക്കെ, മനസ്സിലായി. ഇട്ട ജാക്കറ്റ് അവിടെ ഊരി വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങണം. ഇവിടെ സ്റ്റെപ്പുണ്ട് കേട്ടോ ഇറങ്ങാനായിട്ട്. സ്റ്റെപ്പും കാര്യമൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ടൊക്കെ കറങ്ങാം. ഈ വെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ സാമ്പ്രാണിക്കോടി ഇപ്പോൾ എനിക്ക് തോന്നുന്നു 3-ാമത്തെ തവണയാണ് ഇവിടുത്തെ ഒരു വീഡിയോ വരുന്നത്. പക്ഷേ ഈ ഒരു കുരീപ്പുഴ ബോട്ട് കെട്ടി അവിടെ തിരക്ക് കുറവാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് അറിയിക്കാനാണ് ഈ ഒരു വീഡിയോ ഇട്ടത്. കരുനാഗപ്പള്ളിയിൽ നിന്നൊക്കെ ചർച്ചിന്റെ അകത്ത് കയറി കോമ്പൗണ്ടിനകത്തൂടെ കയറി വന്നാൽ നിങ്ങൾക്ക് വണ്ടി പാർക്കിങ്ങുള്ള സൗകര്യമുണ്ട്. അവിടെ വന്നാൽ അവിടുന്ന് നേരെ സാമ്പ്രാണിക്കോടി ഐലൻഡിലേക്കുള്ള കൗണ്ടർ അവിടെ ഉണ്ട്. DTBC അവിടെ ടിക്കറ്റ് കൊടുത്തു. അവിടെ നിന്ന് എത്രയാണ് ടിക്കറ്റ്? 150 രൂപ. 150 രൂപ തന്നെ. അവിടുന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് വരാം. അപ്പോൾ ഒരുപാട് കിടന്ന് ഇങ്ങനെ കറങ്ങി ചുറ്റി കറങ്ങി വരണ്ട. ഈ എറണാകുളം കരുനാഗപ്പള്ളി സൈഡിൽ നിന്നൊക്കെ വരുന്നത് എളുപ്പം ഇതാണ്. നമ്മുടെ ഈ കുരീപ്പുഴ കൗണ്ടറാണ് ബെറ്റർ. അങ്ങനെ ഒരാൾ ഇറങ്ങി. അല്ലെങ്കിൽ പിന്നെ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ പാൻറ് നനയും. ഒരുവിധം മഴ പെയ്ത് സൈഡൊക്കെ നനഞ്ഞിരിക്കുവാണ്. അങ്ങനെ നമ്മളിവിടുത്തെ വീഡിയോ എടുക്കാനായിട്ട് വരുന്നത് 3-ാമത്തെ തവണയാണ്. 3-ാമത്തെ തവണ വീണ്ടും നമ്മൾ സാമ്പ്രാണിക്കോടിയിലെത്തി. അപ്പോൾ ഈ വർഷത്തെ ഓണം നിങ്ങൾക്ക് ആഘോഷിക്കാനായിട്ട് കൊല്ലത്തേക്ക് വരാൻ പറ്റിയ ഒരു നല്ലൊരു പ്ലേസാണ് നമ്മുടെ ഈ സാമ്പ്രാണിക്കോടി ഉണ്ടല്ലേ. കായലിൻ്റെ മുകളിൽ കൂടിയാണ് ഞാനിങ്ങനെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വല്ല ഇതും വിശ്വസിക്കാൻ പറ്റുമോ? ഇത്രയും അടിപൊളിയായിട്ടാണ് ഇവിടെ ചെയ്തിട്ടിരിക്കുന്നത് സാമ്പ്രാണിക്കോടി. ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ സാമ്പ്രാണിക്കോടിയിൽ കൂടുതൽ പേരും വരുന്ന ടിക്കറ്റ് എടുത്ത് നമ്മുടെ പ്രാക്കുളത്തു നിന്നാണ് ഒരുപാട് പേര് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വന്നതെന്ന് വെച്ചാൽ കുരീപ്പുഴ ബോട്ട് കെട്ടിയെന്നാണ് വന്നത്. ചേട്ടാ ഇവിടെ ബോട്ട് എങ്ങനെയാണ്? ഒരാൾക്ക് എത്ര രൂപയാണ്? ഒരാൾക്ക് 100 രൂപ യാത്ര. അതിനെക്കാട്ടി നല്ലതാ ഈ വരുന്നുണ്ട്. ആ കക്ഷിയൊക്കെ ചോദിച്ചു, ഞാൻ കൊണ്ടുപോയതാ കക്ഷി കൊണ്ടുപോയി. എന്നിട്ട് ഒരാൾക്ക് 100 രൂപ യാത്രയാണ്. മിനിമം നമ്മൾ 5 പേരെങ്കിലും വേണം. ആ സംഭവം കേട്ടില്ലേ. ഇവിടെ നിന്ന് എക്സ്ട്രാ നമുക്കൊരു ബോട്ടിൽ കയറി നമുക്ക് അങ്ങോട്ടൊക്കെ പോയി കറങ്ങിയിട്ട് വരാം. അതൊരു അരമണിക്കൂർ 40 മിനിറ്റൊക്കെ എടുക്കും. കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ നമുക്ക് ഉപ്പിലിട്ട പൈനാപ്പിള്,
ഇതൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ തന്നെ നമുക്ക് കിട്ടും. ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ച് കഴിക്കാം, കായലിൻ്റെ മധ്യത്തു നിന്ന് തന്നെ. അങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ മാത്രമേ ഉള്ളൂ സാമ്പ്രാണിക്കോടിയിൽ. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഈ ചേട്ടൻ ഈ ബോട്ടിൽ ഇവിടുന്ന് വള്ളത്തിൽ ഇതേ കണക്ക് അരമണിക്കൂർ അങ്ങോട്ടൊക്കെ കൊണ്ടുപോയി കറക്കിയിട്ടൊക്കെ കൊണ്ടുവരും. അതിനുള്ള വള്ളങ്ങളാണ് വേണ്ട ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത്. ഒരുപാട് പേര് ഇവിടെ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് ഉപ്പിലിട്ട ഈ മുളകൊക്കെ പുരട്ടിയ നല്ല മാങ്ങയുണ്ട്, പൈനാപ്പിൾ, ഇതൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഇങ്ങനെ പോവാം വള്ളത്തിൽ. അത് അടിപൊളിയായിരിക്കും കേട്ടോ. കണ്ടില്ല, ഇത് സംഭവം കൊള്ളാം കേട്ടോ. അയ്യോ, നമ്മുടെ ആങ്കറിന്റെ ചെരുപ്പ് ഇതാ ഒഴുകി പോണേ. ചെരുപ്പ് പോണേ, ചെരുപ്പ് ഇതാ ഒഴുകി പോണു. സാമ്പ്രാണിക്കോടി ഐലൻഡിൽ ചെരുപ്പ് ഒഴുകി വിട്ട യുവതി. ചെരുപ്പ് അങ്ങ് ഇറങ്ങി തരട്ടെ, ക്യാച്ച് കറക്റ്റ് കാലിങ്ങനെ വെയ്യ്, കാലിലോട്ട് ഇട്ട് തരാൻ ചെരുപ്പ്. വേണ്ട, ഞാൻ മലന്നടിച്ച് വീഴും. വേണ്ട, ആ തെങ്ങിലോട്ട് ഇങ്ങോട്ട് ഒഴുക്കി. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇടാൻ പറ്റിയില്ലേ ഇടണ്ട, ഞാൻ ഇങ്ങനെ ഒന്നുകൂടെ പിടിച്ചോളാം. ഒപ്പിച്ച് എടി, ഭയങ്കര ഇടിക്കുകയാണല്ലേ. സംഭവം കൊള്ളാം കേട്ടോ. പക്ഷേ ഇപ്പം നമ്മൾ കഴിഞ്ഞ തവണത്തെ വന്നതിനെക്കാട്ടിയും കുറച്ചുകൂടെയൊക്കെ വ്യത്യാസങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പല ഏരിയയും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെയൊക്കെ നീറ്റാക്കിയിട്ടുണ്ട്, കുറച്ചുകൂടെയൊക്കെ വൃത്തിയായി കിടപ്പുണ്ട്. പിന്നെ ഓരോ സ്പോട്ടുകൾ മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കണ്ടൽക്കാടിൻ്റെ അകത്തൊക്കെ കയറാനുള്ള സെറ്റപ്പൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ കുടത്തിൽ നല്ല മോരും ഉപ്പിലിട്ട മാങ്ങയും എല്ലാം ഉണ്ട്. ഇതൊക്കെ കഴിച്ചിട്ട് വേണം ഇവിടെ ഇരിക്കുക. ഇങ്ങനെ 2 കൗണ്ടർ ഇവിടെ ഉണ്ട്. ഇപ്പോൾ 2 പേരേ ഉള്ളൂ, 3-4 കൗണ്ടറൊക്കെ ഉള്ളതായിരുന്നു. ഇന്ന് 2 കൗണ്ടറേ ഉള്ളൂ. ഇപ്പം മഴ സീസണല്ലേ, അതുകൊണ്ടാണ്. മഴയൊക്കെ മാറുമ്പോൾ എല്ലാവരും വരും. നീ എങ്കിൽ നീ കപ്പലണ്ടി വല്ലതും വാങ്ങിച്ചു കഴിഞ്ഞു, അല്ലേ ആ ഫ്രൂട്ടി വാങ്ങിച്ചു കൂടി. ഒന്നുകൂടെ എടുത്തോ. അതാ ഉണ്ടല്ലേ, ഈ ഒരു കടയും സെറ്റപ്പും ഒക്കെ കൊള്ളാം. ഇനിയിപ്പം എന്തുവാണ്, ഓണമൊക്കെ ആകുമ്പോൾ ഇവിടെ നല്ല തിരക്കാവും. വൈബോസ്കി പ്ലേസൊക്കെയാണ്. ഇപ്പം പണ്ടത്തെ പോലെ തിരക്കുണ്ടോ അതോ അതിനേക്കാളും കൂടുതലാണോ തിരക്ക്? തിരക്കെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കെന്ന് പറഞ്ഞാൽ വെക്കേഷൻ ടൈമിൽ തിരക്കുണ്ടായിരുന്നു. ഇപ്പം വെക്കേഷൻ അല്ലല്ലോ, സ്കൂൾ എല്ലാവർക്കും ഞായറാഴ്ച ദിവസം ചില ദിവസം കാണും. ഇനിയിപ്പോൾ ഓണമാണ് വരുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോ ഓണത്തിന് മുമ്പായിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഓണത്തിനൊക്കെ നല്ലൊരു തിരക്ക് കാണും. അതെല്ലാ വർഷവും ഉള്ള ഓണം ആകുമ്പോഴത്തേക്ക് നമുക്ക് പിന്നീട് അങ്ങോട്ട് കുറഞ്ഞ തിരക്ക് കാണും. അപ്പോൾ ഈ സ്കൂൾ തുറന്ന ടൈമിൽ ആദ്യത്തെ ആ ഒരു ഓണം വരെ ഒരു ഇച്ചിരി ഇതായിരിക്കും. വീട് ഇവിടെയാണോ? അപ്പുറത്ത് ഐലൻഡില്ല. രാവിലെ ഇവിടെ വരും. രാവിലെ 9:30 വരും, വൈകുന്നേരം 5:30 അതേവരെ കടത്തി. കച്ചവടമൊക്കെ ഉണ്ടല്ലോ ഇപ്പം പറഞ്ഞ രീതിയിലായിട്ട്. ഇപ്പം നമുക്കിവിടെ 16 കടയാണുള്ളത്. ഇപ്പം ഈ ഇടവസം ഇങ്ങനെ ആയതുകൊണ്ട് ഇപ്പം ഇടവസമല്ല, ഞായറാഴ്ച ആണെങ്കിലും 2-3 കൂടിപ്പോയാൽ 4 കടയിൽ കൂടുതൽ പോകത്തില്ല. അരമണിക്കൂറത്തെ 2 എടുക്കാം. പിന്നെ രാവിലെ വേലിയേറ്റം കൂടെ ആകുമ്പോഴത്തേക്ക് ഇതിലും കുറച്ചുകൂടെ വെള്ളം വരും. ചേട്ടൻ പാട്ടൊക്കെ പാടി പോവുകയാണ്. ചേട്ടൻ ഇവിടുത്തെ പഴയ യേശുദാസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർക്ക് പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് പോവാമല്ലോ. പോയി. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വള്ളത്തിൽ യാത്ര പോകാനായിട്ട് ഒരാൾക്ക് 100 രൂപ വെച്ചേ ഉള്ളൂ. പിള്ളേർക്ക് പൈസയില്ല.
അപ്പോൾ ഈ ഒരു യാത്ര നല്ല യാത്രയായിരുന്നു. നമ്മൾ രണ്ടുപേരും ഒരു കഴിഞ്ഞ തവണ വന്നപ്പം യാത്ര പോയല്ലേ, സാമ്പ്രാണിക്കൊടിയിൽ വന്നു, ഇങ്ങോട്ട് ഇറങ്ങി. നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ ഒരു 3ാമത്തെ തവണയാണ് വരുന്നത്, എത്ര വന്നാലും അടുക്കത്തില്ല. നമ്മൾ കൊല്ലത്ത് ഒരു മെയിൻ ടൂറിസം സ്പോട്ടാണ് നമ്മുടെ സാമ്പ്രാണിക്കൊടി. ആദ്യമായിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്ന് നമ്മുടെ കേരളത്തെ കാണിച്ച ഒരു സ്പോട്ട് കൂടിയാണ് നമ്മുടെ സാമ്പ്രാണിക്കൊടി. എൻ്റെ അറിവിൽ വേറെയൊക്കെ കാണുമായിരിക്കും, പക്ഷേ മെയിനായിട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നല്ല ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലം സാമ്പ്രാണിക്കൊടി തന്നെയാണ്. കണ്ടില്ലേ, ഞാൻ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നു. അപ്പം ഇവിടെ പണ്ട് ഇതിൽ കൂടുതൽ ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇച്ചിരി വെക്കേഷനും ഇതൊക്കെ മാറി, ഇപ്പം മഴ സീസണൊക്കെ ആയതുകൊണ്ട് കടകളൊക്കെ കുറവാണ്. ഇല്ലെങ്കിൽ ചേച്ചി നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോഴും നമ്മൾ കണ്ടായിരുന്നു, വീഡിയോ ഒക്കെ എടുത്തതായിരുന്നു. ഇവിടെ എന്തോ അപ്പുറത്തും ഒരു കടയുണ്ട്. അപ്പം 2 കടയാണ് ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് കണക്ക് ഒരുപാട് കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നിങ്ങൾ വന്നാൽ ദാഹിച്ചൊന്നും നിൽക്കേണ്ട. കുടമോര്, സർബത്ത്, അങ്ങനെ എല്ലാം ഉണ്ട്. ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, അങ്ങനത്തെ ഐറ്റംസും എല്ലാം ഉണ്ട്. അതൊക്കെ കഴിച്ച് നിങ്ങൾക്ക് വൈബായിട്ട് ഇവിടെ നിൽക്കാം. വള്ളത്തിൽ കയറി പോവാം, യാത്ര പോവാം. അത് ഒരാൾക്ക് 100 രൂപ വെച്ചേ ഉള്ളൂ. നമ്മളിപ്പം കുറച്ച് ടീമുകളിങ്ങനെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. തിരക്കൊക്കെ കൂടി തുടങ്ങിയിട്ടുണ്ട്, ഒരുപാട് പേര് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് ദൂരെ നിന്നൊക്കെ കാണാം കേട്ടോ ആൾക്കാരൊക്കെ വരുന്നതേ. ഹേയ്, വെള്ളം വന്ന് തട്ടുന്നുണ്ട. ഓർമ്മയുണ്ട്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ഫസ്റ്റ് വീഡിയോ നമ്മൾ ഇട്ടത്, എൻ്റെ ഒരു ചാനലിൻ്റെ തുടക്ക സമയത്തിട്ട ഫസ്റ്റ് വ്ളോഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ വീഡിയോ ആയിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ക്രിസ്മസിന് വന്നൊരു വീഡിയോ ഇട്ടു, അതും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഇവിടെ വരികയും ചെയ്തു, ഇഷ്ടപ്പെട്ടെന്ന് എന്നെ വിളിച്ച് പറയുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ്. പോട്ടെ ഏട്ടാ. ഇപ്പോൾ കരുനാപ്പള്ളി, കായംകുളം, അങ്ങനെ അവിടെ നിന്ന് വരുന്നവർക്കെല്ലാം ഏറ്റവും എളുപ്പം വന്നെത്താൻ പറ്റിയ ഒരു സെൻ്ററാണ് സാമ്പ്രാണിക്കൊടി വരുമ്പോൾ കുരിയപ്പുഴ. അപ്പോൾ കിലോമീറ്ററുകൾ കുറച്ച് അവർക്ക് കുറഞ്ഞു കിട്ടും. ടിക്കറ്റ് ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 9:30 തൊട്ട് വൈകിട്ട് 4:30 വരെയാണ് ടിക്കറ്റ് ടൈം. ഇവിടെ ഒരാൾക്ക് 150 രൂപ വെച്ചാണ് ടിക്കറ്റ് ചാർജ് ചെയ്യുന്നത്. ഐലൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ 1 മണിക്കൂർ അവർക്ക് സ്പെൻഡ് ചെയ്യാം. കൂടെ 1 മണിക്കൂർ കഴിഞ്ഞ് കൊണ്ടുവന്ന ബോട്ടിൽ തിരിച്ചു വരുമ്പോൾ കൊണ്ടുവരും. എല്ലാ ദിവസവും വർക്കിംഗ് ആണ്. നമ്മൾ ഈ മഴയുടെ കാലാവസ്ഥ അനുസരിച്ച് ഓറഞ്ച് അലർട്ട് മാത്രം വരുമ്പോഴേ ഉള്ളൂ നമ്മളിവിടെ വർക്കിംഗ് അല്ലാത്തത്. കായംകുളം, പിന്നെ കോഴിക്കോട് അങ്ങനെ വരുന്ന ഭാഗത്തൊന്നും, തിരുവനന്തപുരം അങ്ങനെയുള്ള ഭാഗത്തുനിന്ന് വരുന്ന എളുപ്പമാണ് നമുക്ക് ഈ കുരിപ്പുഴ വരുന്നത്. ബൈപ്പാസ് വഴിയിൽ നിന്ന് നമ്മൾ പള്ളിയെടുത്ത് ഒരു 50 മീറ്റർ ഇവിടെ എത്താൻ. തിരിച്ച് കാവനാട് കുരിപ്പുഴ പാലം തീരുമ്പം ലെഫ്റ്റ് സൈഡിലാണ് സെന്റ് ജോസഫ് ചർച്ച്. ചർച്ചിനകത്തൂടെ കയറിയാണ് ഈ ടിക്കറ്റിംഗ് സെന്റർ വരുന്നത്. ഓൺലൈൻ വഴിയുണ്ട്, സ്പോട്ടിംഗ് ബുക്കിംഗ് ഉണ്ട്, ഇതെല്ലാം ചെയ്യാം ടിക്കറ്റ്. അപ്പോൾ നമ്മളിന്ന് അതിമനോഹരമായ കുറേ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. സാമ്പ്രാണിക്കൊടിയിൽ ഈ ഒരു വെക്കേഷനൊക്കെ യാത്ര പ്ലാൻ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ കാണും. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് വരാൻ നിങ്ങൾ സാമ്പ്രാണിക്കൊടി എന്ന് ടൈപ്പ് ചെയ്യരുത്, കുരിപ്പുഴ ബോട്ട് ജെട്ടി എന്ന് മാപ്പിൽ ടൈപ്പ് ചെയ്തിട്ട് ഈ ഒരു ലൊക്കേഷനിൽ വരിക. കുരിപ്പുഴ ബോട്ട് ജെട്ടി ഇവിടെ വന്നിട്ട് 150 രൂപ, ഒരാൾക്ക് 150 രൂപയുടെ ടിക്കറ്റും എടുത്ത് ഇവിടെ നിന്ന് ബോട്ടിൽ കയറി നിങ്ങൾക്ക് സേഫായിട്ട് അവിടെ പോയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയവും ലാഭിക്കാം. അത്രയും ദൂരം കറങ്ങി പ്രാക്കുളം വരെ പോവുകയും വേണ്ട, പെട്ടെന്ന് തന്നെ പോയി വരാനും പറ്റും. ഈ ക്യൂ ഒന്നുമില്ല, ഇവിടെ തിരക്ക് തീരെ കുറവാണ് നമ്മുടെ ഈ ഒരു കുരിപ്പുഴ ബോട്ട് ജെട്ടിയിൽ. അപ്പം അവിടെ പ്രാക്കുളത്ത് പണ്ട് വന്നവർക്കൊക്കെ അറിയാം, നല്ല ക്യൂ ആണ്. അപ്പോൾ ഇവിടെ ക്യൂ കുറവാണ്. അപ്പോൾ ഇതുവഴി വരിക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഈ ഒരു വീഡിയോയും കാഴ്ചകളും. നമുക്ക് അടുത്തൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇറ്റ്സ് മീ സുകേഷ് കുമാരൻ, സൈനിങ് ഔട്ട്.